ദി ബെസ്റ്റ്. താങ്ക് യു. ദിസ് ഓൾ ദി ബെസ്റ്റ് പറടാ. നമുക്കൊന്നുമില്ലല്ലേ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മമ്മി. ഓൾ ദി ബെസ്റ്റ്. ഹലോ ഗായ്സ്, നീനാപ്പൂന്റെ പൊന്നാപ്പൂന്റെ സ്കൂളത്തെ ആർട്സ് ഡേന്റെ വീഡിയോ വേണമെന്ന് എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പൊ ആ വീഡിയോ ആണ് ഇത്. ഞാൻ കുറെ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് നടന്നതിന്റെ ലോങ് വീഡിയോ ആണ് ഇത്. അങ്ങനെ ഞങ്ങൾ റെഡിയായി സ്കൂളിലെത്തി. ഫസ്റ്റ് ഡേ പറഞ്ഞു കഴിഞ്ഞാൽ മലയാളം ഒരു റെസിറ്റേഷൻ ഉണ്ടായിരുന്നു നീനാപ്പൂന്, അതേപോലെ തന്നെ ഇംഗ്ലീഷിൽ ഒരു സ്റ്റോറി ടെല്ലിംഗും ആയിരുന്നു കേട്ടോ അവള് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ മലയാളത്തിലുള്ള റെസിറ്റേഷൻ ഇതാണ്. ഞാൻ ചെറിയൊരു ഭാഗം കാണിച്ചുതരാം. അങ്ങനെ നീനാപ്പ ഉള്ള മലയാള റെസിറ്റേഷൻ നല്ല അടിപൊളിയായി തകർത്ത് പാടിയിട്ടോ. ഭയങ്കര ഇഷ്ടമായി ഞങ്ങൾക്ക്. കേട്ടപ്പോൾ തന്നെ മനസ്സിലായി ഭയങ്കര നന്നായിട്ട് അവൾ അവിടെ പെർഫോം ചെയ്തു എന്ന്. പിന്നെ അടുത്തത് ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ അവള് സ്റ്റോറി ടെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്യണേ. അങ്ങനെ അന്നത്തെ നമ്മുടെ നീനാപ്പൂന് 2 പ്രോഗ്രാമും കഴിഞ്ഞു കേട്ടോ. ഞാൻ ഫുൾ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. തകർത്ത് പറഞ്ഞു പോലെ സൂപ്പറായി പറഞ്ഞു കേട്ടോ അവള്. അതുകൊണ്ട് തന്നെ അവൾക്ക് ഈ 2 പ്രോഗ്രാമിൽ ഫസ്റ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി വൈകുന്നേരം വന്നത് അങ്ങനെ മൂപ്പര് ഉറങ്ങിട്ടോ. ഇനി നാളത്തേക്കുള്ള പൂക്കളൊക്കെ കെട്ടിവെക്കണം. അമ്മ നാളെയാണ് ഫോക്ക് ഡാൻസ് അവളുടെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അമ്മ തെച്ചിപ്പൂവും തുളസിയൊക്കെ മേടിച്ച് കെട്ടിവെച്ചോണ്ടിരിക്കുകയാണ്. അത് കണ്ടിട്ട് അച്ഛനാണെങ്കിൽ ഓരോരോ കോമഡിയും പറഞ്ഞിട്ട് അമ്മേനെ ചിരിപ്പിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ നെക്സ്റ്റ് ഡേ ആയി, അതായത് നീനാപ്പൂന്റെ ഫോക്ക് ഡാൻസ് ഇന്ന് സെക്കൻഡ് ഡേയിലാണ്. അപ്പൊ അതിനുള്ള മേക്കപ്പ് ഒക്കെ ചെയ്യുന്നത് ഞങ്ങൾ തന്നെയാണ് കേട്ടോ. ഞങ്ങൾ തന്നെ മേക്കപ്പ് സെറ്റൊക്കെ മേടിച്ച് അതിലും കൊണ്ട് തന്നെ ഒരു തട്ടിക്കൂട്ടിയിട്ട് അവളെ ഒപ്പിച്ചൊന്ന് മേക്കപ്പ് ചെയ്യാം. മേക്കപ്പ് ചെയ്യാനൊന്നും അറിയില്ല, പക്ഷേ നമ്മുടെ മക്കൾക്കുള്ള മേക്കപ്പ് ഒക്കെ ഞങ്ങൾ തന്നെയാണ് എല്ലാ വർഷവും ചെയ്തു കൊടുക്കാറ്. അപ്പൊ അങ്ങനെ ചെയ്ത് വന്നപ്പോ കുഴപ്പമില്ല, നന്നായിട്ടുണ്ടെന്ന് തോന്നിട്ടോ. എല്ലാരും നന്നായി തന്നെ പറഞ്ഞത്. ഐലാഷസ് ആണെങ്കിൽ വെക്കാൻ കുറെ പാടുപെട്ടു. ഐലാഷസ് ഒട്ടിക്കാനാണെങ്കിൽ പശ വരാഞ്ഞിട്ട് 2, 3, 4, 5 വാങ്ങേണ്ടി വന്നു കേട്ടോ. അങ്ങനെ മേടിച്ച് എല്ലാം ഒട്ടിച്ചതിന് ശേഷം ഫൈനൽ ലുക്ക് ഇതാണ് നമ്മുടെ നീനാപ്പൂന്റെ ചേറയിലമ്മ എന്ന് പറഞ്ഞുള്ള ഒരു ഡാൻസ് ആണ് കേട്ടോ അവള് കളിക്കുന്ന ഫോക്ക് ഡാൻസ്. അങ്ങനെ ഞങ്ങളെല്ലാം മേക്കപ്പും കഴിഞ്ഞ് ഒരുങ്ങി റെഡിയായി സ്കൂളിലേക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കണേ. അപ്പൊ ഈ ടീച്ചറുടെ വിളി വന്നു കേട്ടോ, ടൈം ആവാറായി വേഗം പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾ വേഗം ഒക്കെ വീഡിയോ എടുക്കലൊക്കെ നിർത്തി വേഗം റെഡിയായി കയറി വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തൊട്ടടുത്ത് തന്നെയാണ് സ്കൂള്. കുറച്ച് ഒരു വളവ് തിരിഞ്ഞ അത്രേ ഉള്ളൂ കേട്ടോ. അത്രേ ഉള്ളൂ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് സ്കൂളിലേക്കുള്ള ദൂരം. അപ്പോൾ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് സെറ്റായിട്ടാണ് ആള് സ്കൂളിലേക്ക് പോകുന്നത്. നല്ല ഹാപ്പി ആയിട്ടാണ് കേട്ടോ. കാരണം ഡാൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. അപ്പോൾ സ്കൂളിലെത്തി. ഇനിയിപ്പോൾ അവളുടെ ചെസ് നമ്പറൊക്കെ കുത്തിക്കൊടുത്തിട്ടുണ്ട്. അവള് നാലാമത്തെയാണ് പെർഫോമൻസ് അവളുടെ. അപ്പോൾ അവള് വെയിറ്റ് ചെയ്യാണ്. ബാക്കിയുള്ളവരുടെയൊക്കെ ഡാൻസ് കാണാൻ പോണമെന്നുണ്ട്. കണ്ണുരുട്ടിയിട്ടൊക്കെ കാണിക്കണം എന്നെ ഓരോന്ന് പറഞ്ഞിട്ട് കോമഡി അടിക്കുക. അവളുടെ ഡാൻസ് എപ്പോഴാണ് തുടങ്ങുക എന്നൊക്കെ പറഞ്ഞിട്ട് വെയിറ്റിംഗ് ആണ്. നല്ല കട്ട വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ അവള്. അപ്പോൾ ഇനി എൻ്റെ ഡാൻസ് ആണോ പറഞ്ഞിട്ട് അവൾ ഓടി പോവുകയാണ്. അപ്പം ഞാൻ അല്ലടാ ഇതും കഴിഞ്ഞിട്ടാടാ നിന്റെ ഡാൻസ്, എന്നാൽ ഞാൻ വേറെ കുട്ടികളുടെ ഡാൻസ് ഒന്ന് പോയി കാണട്ടെ പറഞ്ഞിട്ട് എത്തി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഡാൻസൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ കണ്ടിട്ട് കുറേ കഴിഞ്ഞപ്പോൾ അടുത്തത് അവളുടെ ഡാൻസാണ്. ചിലങ്കയൊക്കെ കെട്ടിക്കൊടുത്തു. ഞാൻ ഡാൻസിൻ്റെ ടൈമിലാണ് ചിലങ്ക അതുവരെ കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ചിലങ്ക കെട്ടിക്കൊടുത്തപ്പോൾ അവള് ചിലങ്കയെ കിലുക്കിയിട്ട് നോക്കുകയാണ്, സൗണ്ട് വരുന്നുണ്ടോ അങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്യാണ്. അപ്പൊ അടുത്ത സ്റ്റേജിൽ കയറാൻ വേണ്ടി നിൽക്കുകയാണ്. ഞങ്ങൾ ലാസ്റ്റ് പോയിരുന്നു കേട്ടോ. അപ്പൊ ഡാൻസ് ഒക്കെ തുടങ്ങി. നല്ല അടിപൊളിയായ ഡാൻസ് കളിച്ചു കേട്ടോ. നീനാപ്പൂന്റെ ഡാൻസിന്റെ വീഡിയോ, അതേപോലെ തന്നെ അവള് പാടിയ പാട്ടും അതേപോലെ തന്നെ സ്റ്റോറി എല്ലാം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഫുൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ ഇട്ടിട്ടില്ല. അപ്പോൾ അത് വീഡിയോ ഡാൻസിനെ കാണണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ പോയി നോക്കിയാൽ മതി കേട്ടോ. കാരണം നമ്മുടെ ഇതിലിട്ട് കഴിഞ്ഞാൽ ഡാൻസിന്റെ പാട്ടൊക്കെ കേട്ടേ കോപ്പിറൈറ്റ് വരും. അതുകൊണ്ടാണ് നമ്മൾ യൂട്യൂബിൽ ഇടാത്തത്. അങ്ങനെ ഫിനിഷ് നമ്മുടെ എല്ലാ ഇപ്രാവശ്യത്തെ ഈ ആർട്സ് ഡേ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ ആർട്സ് ഡേയിലെ 3 പെർഫോമൻസും മൂപ്പറ്റ കഴിഞ്ഞിരിക്കുകയാണ്. നല്ല ഹാപ്പി ആയിട്ട് സൂപ്പറായി കളിച്ചു. അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല സന്തോഷത്തോടെയാണ് അവൾ ഇറങ്ങി വന്നത് കേട്ടോ. അമ്മമ്മയുടെ കയ്യും പിടിച്ച് നടക്കുകയായിരുന്നേ, കൊട്ടയൊക്കെ പിടിച്ചിട്ട്. അങ്ങനെ ആർട്സ് ഡേനെ എല്ലാ പരിപാടിയും കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷത്തിൽ ആ ഭാരം കൂടെ ഒഴിഞ്ഞല്ലോ. അതിൻ്റെ ഇതിൽ സന്തോഷത്തിൽ അവൾ ഊഞ്ഞാലാടാൻ വേണ്ടി ഇരിക്കണേ. അങ്ങനെ കുറച്ചു നേരം ഊഞ്ഞാലൊക്കെ ആടിയിട്ട്
അതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയത്. അങ്ങനെ ആ ഡാൻസിന്റെ റിസൾട്ടും വന്നു. അതിലും മൂപ്പർക്ക് ഫസ്റ്റ് തന്നെയാണ് കേട്ടോ. അങ്ങനെ പങ്കെടുത്ത 3 മൂപ്പർക്ക് ഫസ്റ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ വീടെത്തി. മേക്കപ്പ് ഒക്കെ കളയട്ടേടാ വാടാ പറഞ്ഞു കഴിഞ്ഞാൽ വിളിച്ചാ വേണ്ട എനിക്ക് ഇങ്ങനെ നടക്കാനാ ഇഷ്ടം പറഞ്ഞിട്ട് ഓടുക കേട്ടോ. സമ്മതിക്കണില്ല. പിന്നെ പൊന്നൂസിന്റെയാണ് നെക്സ്റ്റ് ഉച്ചയ്ക്ക് ശേഷം അവളുടെ ഡാൻസ് ഉണ്ടെന്ന്. അപ്പൊ അതിന് അവളെ റെഡിയാക്കണം. ഈ മേക്കപ്പ് ഒക്കെ കളയാന്ന് പറഞ്ഞ ആളോട് കളയാൻ വിളിച്ചു കഴിഞ്ഞാൽ അതിന് മേലെ കൂടെ കുറച്ചും കൂടി പുട്ടിയടിക്കണം. അവള് ബ്ലഷ് ഒക്കെ ഇട്ടിട്ട് അവള് സ്വന്തമായി മേക്കപ്പ് ചെയ്തോണ്ടിരിക്കണം കേട്ടോ. ഇനി എന്നാലും നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. മേക്കപ്പ് റിമൂവ് ചെയ്യാണ്ട് കേട്ടോ. നാഗവല്ലിയുടെ ഡാൻസ് കളിക്കാത്ത ഒരാള്. പിന്നെ പൊന്നൂസിന്റെ ഡാൻസിന്റെ പാട്ട് വെച്ചപ്പോ അവള് അതേപോലെ അവളുടെ ഡാൻസ് കൂടി കളിച്ചു നോക്കണം കേട്ടോ. അങ്ങനെ ഡാൻസിന്റെ മേക്കപ്പ് അവിടെ പൊന്നോസിന്റെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവളിവിടെ മേക്കപ്പ് ഡാൻസ് കഴിഞ്ഞ ആള് മേക്കപ്പ് അഴിച്ചു കളയാണ്ട് ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എനിക്കും ഇഷ്ടമായി മേക്കപ്പ് ചെയ്തത്. എല്ലാരും പറഞ്ഞു നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ ചെയ്ത എഫേർട്ടിന് ഫസ്റ്റിനെ കിട്ടിയപ്പോൾ വളരെ സന്തോഷമായി. അവള് നന്നായി കളിക്കുകയും ചെയ്തു. ഇനി അടുത്ത നമ്മുടെ പൊന്നോസിന്റെയും കൂടി ഒരു ടെൻഷൻ ഉണ്ട് കേട്ടോ. അങ്ങനെ പൊന്നോസിന്റെ ഉച്ചയ്ക്ക് ശേഷം ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം കേട്ടോ മേക്കപ്പ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇടയിൽ സ്നാക്സ് ഒക്കെ മേടിച്ചു കൊടുക്കുന്നൊക്കെ കഴിക്കാൻ കൊടുക്കണേ. ഇനി പൊന്നോസിന്റെ മേക്കപ്പും കൂടി എങ്ങനെ ആവുന്നൊരു ടെൻഷൻ ഉണ്ട്. അങ്ങനെ ഞാനും ചേച്ചിയും കൂടിയിട്ട് പൊന്നൂസിന്റെ മേക്കപ്പും അങ്ങനെ ഏകദേശം ഫിനിഷ് ആവാറായി. അവളുടെ ടൈം ആവാറായി. അങ്ങനെ ഇതാണ് പൊന്നൂസ് ഒരു നാടോടി പെണ്ണിന്റെ വേഷം തന്നെയാണ് കേട്ടോ. അങ്ങനെ പൊന്നൂസിന്റെ ഡാൻസ് തുടങ്ങി. അടിപൊളിയായിട്ട് തന്നെ അവള് പെർഫോം ചെയ്തു. അവള് പിന്നെ നല്ല ടൈ കോമ്പറ്റീഷൻ ആയിരുന്നു കേട്ടോ പൊന്നൂസിന്റെ. പറഞ്ഞ വലിയ കുട്ടികളുടെ കളിയല്ലേ. അപ്പൊ ഭയങ്കര കോമ്പറ്റീഷൻ ആയിരുന്നു പൊന്നൂസിന്റെ. അവള് നല്ല അടിപൊളിയായിട്ട് തന്നെ അവിടെ പെർഫോം ചെയ്തു. നല്ല എഫേർട്ട് ഇട്ട് കളിച്ചു കിട്ടും നമ്മുടെ പൊന്നൂസ്. നല്ല രസം ഉണ്ടായിരുന്നു അവളുടെ കളി കാണാൻ. അങ്ങനെ നമ്മുടെ പൊന്നൂസിന്റെ ഡാൻസും കഴിഞ്ഞു. റിസൾട്ട് വന്നു. നമ്മുടെ പൊന്നൂസിന് സെക്കൻഡ് പ്രൈസ് ഉണ്ട് കേട്ടോ. അത്രയും ടൈ കോമ്പറ്റീഷനിൽ മുമ്പർക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിട്ടോ. അപ്പൊ വളരെ സന്തോഷമായി. അങ്ങനെ കുട്ടികൾ എന്തായാലും കളിച്ചിട്ട് നല്ല ഇത്ര ദിവസം അതിന്റെ ഒരു ആർട്സ് ഡേന്റെ ഒരു ടെൻഷനിലായിരുന്നു. എല്ലാതും കഴിഞ്ഞിട്ട് അവരെ ഒന്ന് കറങ്ങാൻ വേണ്ടി കൊണ്ടുപോയി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ലുലുവിലേക്കാണ് നേരെ വിട്ടത്. അപ്പൊ അവർക്ക് ഇഷ്ടമുള്ളോടത്തോളം കളിച്ചോളാം. ഫൺട്യൂറയിൽ കയറിയിട്ട് എത്ര വേണമെങ്കിലും കളിച്ചോളാൻ പറഞ്ഞോട്ടോ. ആ സമയം ഞങ്ങളും കുറെ നേരം കളിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അന്നത്തെ ദിവസം 2 ദിവസം എൻജോയ് ചെയ്തു.